ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ബാക്കി കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓൾറെഡി നമ്മൾ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കമ്പോണൻറ്റ് ആയിട്ടുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേയ്മെൻറ്റ് ബാങ്ക്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. RBI 2015 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ഓഫ് ബാങ്ക്സ് ആണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഇക്കോണമിയിലെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മാർജിനലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ബാങ്കിങ് സെക്ടർ കടന്നു ചെല്ലാത്ത ആൾക്കാരിലേക്ക് ബാങ്കിങ് സെക്ടറിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസൊക്കെ കൃത്യമായി എത്തിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഫിനാൻഷ്യൽ ബാങ്ക്സിനെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും മൈക്രോ സ്മോൾ ബിസിനസ്സുകൾ, ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ വർക്കേഴ്സ്, ഫാമേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് കൃത്യമായിട്ട് കിട്ടാത്ത ആൾക്കാർ. അപ്പോൾ അവരെ ഫിനാൻഷ്യൽ സർവീസിലേക്ക് എത്തിക്കാൻ, അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എത്തിക്കുക എന്നുള്ള സ്ട്രാറ്റജിയിൽ വന്ന ബാങ്ക്സാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ നമ്മൾ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇവരെല്ലാ തരത്തിലുള്ള ഡെപ്പോസിറ്റ്സും, അതായത് സേവിങ്സ്, കറണ്ട്, ഫിക്സ്ഡ്, റെക്കറിങ്, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഡെപ്പോസിറ്റ്സും സ്വീകരിക്കും. പിന്നെ ഇവർ ചെറിയ രീതിയിലുള്ള ലോൺസ്, അതായത് 5 ലക്ഷത്തിൽ താഴെയൊക്കെ വരുന്ന ലോൺസൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ഇവർ ലോൺസ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, ഇവർ കൊടുക്കുന്ന ലോൺ ഉണ്ടല്ലോ, ANBC എന്ന് പറയും, അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്കിൻ്റെ 75% ലോൺസും പ്രയോറിറ്റി സെക്ടറിലുള്ള ആൾക്കാരിലേക്ക് വേണം എത്താൻ. അതായത് കൃത്യമായി കിട്ടേണ്ടത് ഈ ബാക്കിയുള്ളവർക്കും ഇവർ ബാങ്കിൻ്റെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലോൺസിൻ്റെ 75% അത്യാവശ്യമായി ഫിനാൻഷ്യൽ സെക്ടറിൽ ഇൻക്ലൂഷൻ ലഭിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ, ഫാമേഴ്സൊക്കെ, അവരിലേക്ക് വേണം എത്താൻ. പിന്നെ 50% ലോൺസും 25 ലക്ഷത്തിനേക്കാളും കുറവായിരിക്കണം എന്നുള്ളത്. ഇത് ലോണിൻ്റെ സൈസിന് 25 ലക്ഷം എന്ന് പറയുന്നൊരു ലിമിറ്റേഷനാണ് പറയുന്നത്. പിന്നെ മൊബൈൽ ബാങ്കിങ്, ബയോമെട്രിക് KYC, പേപ്പർലെസ് പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള ടെക്നോളജി എനേബിൾ ചെയ്തിട്ടാണ് ഈ ബാങ്ക്സ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്, അതായത് ഈ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് 500 കോടി എന്ന് പറയുന്ന ഒരു നെറ്റ്വർത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ 3 വർഷത്തിനുള്ളിൽ, അതായത് എത്തിക്കഴിഞ്ഞിട്ടുള്ള 3 വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്ത് ഒബ്ജക്റ്റീവിലാണ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ലോ ഇൻകം ഹൗസ് ഹോൾഡ്സിനെയും മൈക്രോ ഓൺട്രപ്രണേഴ്സിനെയൊക്കെ ബാങ്കിങ് സെക്ടറിലേക്ക് എത്തിക്കുക, അവർക്ക് വേണ്ട ബേസിക് ബാങ്കിങ് സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ഫോർമൽ ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ സേവിങ്സ് ഹാബിറ്റ്, റൂറൽ, സെമി അർബൺ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് സേവിങ്സ് ഹാബിറ്റ് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോർമൽ ബാങ്കിൽ ലഭിക്കാത്ത കൊളാട്രൽ ഫ്രീ ക്രെഡിറ്റ് സിസ്റ്റം എത്തിക്കുക എന്നുള്ളത്. അതായത് ട്രഡീഷണൽ ബാങ്കുകളിൽ നിന്നും ആൾക്കാർക്ക് ഇങ്ങനെ, ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തിലൊന്നും ഇങ്ങനെ ഈട് വെക്കാതെ ലോൺസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സൊന്നുമില്ല. എല്ലാവർക്കും നമ്മൾ ഈട് വെക്കണം, അല്ലെ ഗോൾഡ് ലോൺ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. ഇപ്പം നമ്മുടെ ആധാരം പണയം വെക്കുക, ഇങ്ങനെയൊക്കെയാണ്. അത് ഇവിടെ വേണ്ട. അതായത് നമ്മൾ ഈട് വെക്കാതെ ഉള്ള ക്രെഡിറ്റ് സിസ്റ്റമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കോർ ഫങ്ഷൻസ് ആൻഡ് സർവീസസ്. ഈ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ കോറായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഡെപ്പോസിറ്റ് സർവീസസ് കൊടുക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ഡെപ്പോസിറ്റും ഉണ്ട്. പിന്നെ ബ്രാഞ്ച് ബേസ്ഡും മൊബൈൽ ബേസ്ഡും ആയിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെൻഡിങ് സർവീസസ്, മൈക്രോ ഫിനാൻസ് ലോൺസ്, MSME ലോൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ലോൺസ് കൊടുക്കുന്നുണ്ട്, വെഹിക്കിൾ, ഹൗസിംഗ് ലോൺസ്, ഇങ്ങനെയുള്ള ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് സർവീസസ് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് ട്രാൻസ്ഫർ, റെമിറ്റൻസ് പോലുള്ള സാധനങ്ങൾക്ക് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആ ട്രാൻസ്ഫറൊക്കെ നടത്താൻ ഈ ബാങ്ക് ഇടനില നിൽക്കാറുണ്ട്. പിന്നെ ഇൻഷുറൻസ്, പെൻഷൻ പ്രോഡക്ട്സ് എന്നൊക്കെ അറിയുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതും ഈ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്നോളജി ആൻഡ് ഇന്നോവേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പേപ്പർലെസ് ബാങ്കിങ് എന്ന് പറയുന്ന രീതിയിൽ ബയോമെട്രിക് എനേബിൾഡ് മൈക്രോ ATMs ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ലെൻഡിങ് പ്രോസസ്സൊക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ലെൻഡിങ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇൻഫോർമൽ വർക്കേഴ്സിനൊക്കെ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാൻ വേണ്ടിയിട്ട് ഡേറ്റ അനാലിറ്റിക്സ് ഒക്കെ ഈ ബാങ്ക്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബിസിനസ് കറസ്പോണ്ടൻസിനെ ഇപ്പം ബാങ്കുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയകളിലുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സർവീസസ് കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്ക് ആൾക്കാരെയോ അല്ലെങ്കിൽ ഏജൻസിനെയോ നിയമിച്ച് ആക്ടിവിറ്റീസ് നടത്തത്തില്ലേ, അതിനെയാണ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഫാസ്റ്ററായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്മോളർ ബ്രാഞ്ചാണ് ഇവർക്കുള്ളതെങ്കിലും അവിടെ എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും ഉള്ള ഇന്നോവേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലേ. അപ്പം 50 മില്യണിൽ കൂടുതലുള്ള അൺഡിസേർവ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ബാങ്കിങ് സർവീസസ് എത്തിക്കാനായിട്ട് നമ്മുടെ ഫിനാൻസ് ബാങ്ക്സിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിമൻ സെൻട്രിക് ആയിട്ടുള്ള ലെൻഡിങ് പ്രോസസ്സിനെ മൈക്രോ ഫിനാൻസ് പോലുള്ള കാര്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മോൾ ഓൺട്രപ്രണേഴ്സിനും ആർട്ടിസൻസിനും ഒക്കെ ക്രെഡിറ്റ് ഈസിയറായിട്ട് എത്തിക്കാനായിട്ട് നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ റൂറൽ സേവിങ് ഹാബിറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഈ മണി ലെൻഡേഴ്സിൻ്റെ അധികമായിട്ടുള്ള ആൾക്കാരിലേക്കുള്ളൊരു അതിക്രമം ഉണ്ടല്ലോ, അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് അവരുടെ ലക്ഷ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണെങ്കിൽ അതേപോലെ തന്നെ ആ ആക്ടിവിറ്റി ചെയ്തിട്ടും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഇൻ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒന്നാണ് ഇസാഫ് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു NGO ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണുള്ളത്. അപ്പോൾ റൂറൽ ഏരിയയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇസാഫ് നിലനിൽക്കുന്നത്. പിന്നെ ഇക്വിറ്റാസ് എന്ന് പറയുന്നത് നേരത്തെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് നിലനിന്നിരുന്നായിരുന്നു. ഇവർ തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. തേർഡ് വൺ ഉജ്വൻ എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് ലക്ഷ്യമാക്കി വന്നതാണ്. ഇത് അർബൻ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ AU രാജസ്ഥാൻ ബേസ്ഡ് ആണ്. ഇവരാണ് ആദ്യമായിട്ട് ഒരു സ്കെഡ്യൂൾഡ് ബാങ്കായിട്ട് മാറാൻ കഴിഞ്ഞ SFC. പിന്നെ ജന എന്ന് പറയുന്നത് ബാംഗ്ലൂർ നിലനിൽക്കുന്നതാണ്. ഇവർ മൈക്രോ ലോൺസും റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്ട്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഫിൻകെയർ ആണ്. ഫിൻകെയർ റൂറൽ ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടുതലും ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ളതാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾ ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഉജ്വൻ റിലേറ്റഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഉജ്വൻ എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ലേ. ഇവരാണെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു സേവിങ് അക്കൗണ്ട്സ് നമ്മുടെ ഡോർ സ്റ്റെപ്പ് സർവീസസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അങ്ങനെയുള്ളത്. പിന്നെ വിമൻ ഓൺട്രപ്രണേഴ്സിനൊക്കെ ഗ്രൂപ്പ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജിൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെ ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമേഴ്സിനെയൊക്കെ ഒരു ഫോർമൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നൊരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഉജ്വൽ. അപ്പോൾ ഇതൊക്കെയാണ് റിയൽ ലൈഫിൽ വരുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് കുറച്ച് ചലഞ്ചസ് നേരിടുന്നുണ്ട്. ആ ചലഞ്ചിൽ ഒന്നാമത്തത് കൊമേഴ്ഷ്യൽ വയബിലിറ്റി. കൊമേഴ്ഷ്യലി വരുന്ന ഈ ഒരു ചേഞ്ചിനനുസരിച്ച് സോഷ്യൽ ഒബ്ജക്റ്റീവിനെ ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇവർ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നമാണ്. പിന്നെ റൂറൽ ഏരിയയിലൊക്കെ ചെന്ന് ഈ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നതുകൊണ്ട് അവിടെ ഹൈ ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ലോൺസൊക്കെ കൊടുക്കുമ്പോൾ കൊളാട്രൽ ഒരു പരിധി വരെ ഇല്ലെന്നല്ലേ പറയുന്നത്, അത് ഈട് വെക്കുന്നില്ലല്ലോ. അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ലാർജർ ബാങ്ക്സും NBFC അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും വലിയ വലിയ ബാങ്കുകളുമായിട്ടുള്ള കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഇത് ഇത്രയാണ് നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് വൺ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പൈസ വേണം. അപ്പം നമ്മൾ എന്താ ആദ്യമേ ചെയ്യുന്നത്? നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ പൈസ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരാൾ നമ്മുടെ ഫ്രണ്ടുമായിട്ട് പോയി പൈസ ചോദിക്കുന്നു. ഇതാണ് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് ഒരു ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് നമ്മളും നമുക്കറിയാത്ത ഒരാളും തമ്മിലാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഒരു ആപ്പിൻ്റെ ബേസിലാണ് നടക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നു. ഒരാൾ കൊടുക്കുന്നു, മറ്റേ ആൾ വാങ്ങുന്നു. പക്ഷേ ഇവർക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ബാങ്ക് അല്ല നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അല്ല നിൽക്കുന്നത്. പകരം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. കാരണം ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആണ്. ഇതിൻ്റെ റിസ്ക്കും ഇതിൻ്റെ പൊട്ടൻഷ്യലും ഒക്കെ മനസ്സിലാക്കിയിട്ട് RBI 2017 പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസിന് കുറച്ച് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് ലെൻഡിങ് ആണ് നടക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽസുമായിട്ട് ഇൻഡിവിജ്വൽ ബോറോവർ ഇൻഡിവിജ്വൽ ലെൻഡറുമായിട്ട് കണക്റ്റഡ് ആവുന്നു. പിന്നെ ഡിജിറ്റൽ ഇൻ്റർഫേസ് ആണ്. ആപ്ലിക്കേഷനും റീപേയ്മെൻറ്റും എല്ലാ പ്രോസസ്സും ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. പിന്നെ കസ്റ്റമൈസ്ഡ് റിസ്ക് റിട്ടേൺസ്. ലെൻഡറിന്, അതായത് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാം ഏതൊക്കെ റിസ്ക് കാറ്റഗറി നോക്കിയിട്ടാണ് അയാൾ കൊടുക്കുന്നത് എന്നുള്ളത്, കൊടുക്കാനോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ അയാൾക്ക് റിട്ടേൺസ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അയാൾക്ക് എന്തുമാത്രം തിരിച്ചു കിട്ടാം എന്നുള്ളൊരു റിസ്ക് നോക്കിയിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കാം. പിന്നെ RBIയുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി P2P പിയർ ടു പിയർ എൻറ്റിറ്റിയുടെ ആ ഒരു ബേസിസിൽ, ആ ഒരു റെഗുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ RBIയുടെ ഒരു സൂപ്പർവിഷൻ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ ലോണിനൊരു സീലിംഗ് ലെവലുണ്ട്. 50 ലക്ഷം എന്നുള്ളതാണ് സീലിംഗ് ലെവൽ. അതിൽ കൂടുതലുള്ള ലെൻഡിങ് പ്രോസസ്സോ ബോറോയിങ് പ്രോസസ്സോ നടക്കില്ല. നെക്സ്റ്റ് പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും ബെനിഫിറ്റ് ഉണ്ട്. ബോറോവേഴ്സിൻ്റെ ബെനിഫിറ്റ്, അവർക്ക് ക്രെഡിറ്റ് പെട്ടെന്ന് തന്നെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും നോക്കാതെ തന്നെ അയാൾക്ക് ക്രെഡിറ്റ് അവൈലബിൾ ആവുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ പോലും എനിക്ക് ലോൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻഫോർമൽ ലെൻഡിങ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇൻട്രസ്റ്റ് റേറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ ക്വിക്ക് പ്രോസസ്സിംഗ് ആണ്. വേഗം തന്നെ അവർക്ക് ലോൺസൊക്കെ ലഭിക്കാറുണ്ട്. ലെൻഡ് ചെയ്ത് ബോറോ ചെയ്തെടുക്കാൻ പറ്റും പൈസ. പിന്നെ മിനിമൽ ഡോക്യുമെൻറ്റേഷൻ മതി. ഇനി ലെൻഡേഴ്സ് എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ സേവിങ്സ് വെച്ച് നോക്കുമ്പം ഇവർ മറ്റൊരാൾക്ക് കടമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ റിട്ടേൺസ് വലിയ തോതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക്. പിന്നെ ബോറോവേഴ്സിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് റിസ്ക് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. പ്രോസസ് ഓഫ് പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്. പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസിൽ എങ്ങനെയാണ് ഈ ഒരു ലെൻഡിങ് പ്രോസസ്സ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബോറോവർ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലെൻഡർ രജിസ്ട്രേഷനും ചെയ്യണം. അതായത് ഇപ്പം എനിക്ക് പൈസ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമിൽ ബോറോവർ രജിസ്ട്രേഷനാണ് നടത്തുന്നത്. ഈ ബോറോവർ രജിസ്ട്രേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ KYC ആധാറും പാൻ കാർഡും ഒക്കെ വെച്ചിട്ടൊരു അക്കൗണ്ട് എടുക്കുക. ഇനി ഞാൻ പൈസ ഇടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എടുക്കേണ്ട അക്കൗണ്ടാണ് ലെൻഡർ രജിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ വെരിഫിക്കേഷനൊക്കെ വെച്ചിട്ടായിരിക്കും ഈ അക്കൗണ്ട് എടുക്കുന്നത്. ഈ എടുത്തതിന് ശേഷം വരുന്ന സ്റ്റെപ്പാണ് വെരിഫിക്കേഷൻ. അതായത് നമ്മൾ എടുത്ത അക്കൗണ്ട് വാലിഡ് ആണെന്ന് പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോം എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം അത് വെരിഫിക്കേഷൻ പ്രോസസ്സൂടെ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അക്കൗണ്ട് വഴി എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനും പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനും പറ്റുള്ളൂ. ഇനി അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് നമ്മൾ ബോറോവർ. ഇപ്പം എനിക്ക് പൈസ വേണം, സോ ഞാൻ അവിടെ ഒരു പോസ്റ്റ് ഇടുന്നു, എനിക്ക് പൈസ വേണം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് ഈ പോസ്റ്റ്
ലെൻഡേഴ്സിൻ്റെ ഫീഡുകളിൽ വരുന്നു. അപ്പോൾ ലെൻഡേഴ്സിന് മനസ്സിലാവും കുറേ ആൾക്കാർ പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെൻഡർ എന്ത് ചെയ്യുന്നു, അയാളുടെ പ്രൊഫൈൽ പോയി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അയാളുടെ റിസ്ക്, അതായത് ലെൻഡറിന് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പറ്റുന്ന റിസ്ക്കുകളുണ്ടല്ലോ. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ യൂട്ടിലിറ്റി ബിൽസൊക്കെ അടച്ചിട്ടുണ്ടാകും, ഞാൻ കറണ്ട് ബില്ല്, വാട്ടർ ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ്റെയൊക്കെ ഡേറ്റയൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മുടെ സൈറ്റ് പറയും ഇയാൾ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, സോ റിസ്ക് കുറവാണ്. അങ്ങനെയുള്ള റിസ്കിൻ്റെ അനാലിസിസ് ഒക്കെ ആര് കൊടുക്കും, ഈ പ്ലാറ്റ്ഫോംസ് കൊടുക്കും. എന്നിട്ട് ലെൻഡറിന് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് ഒന്ന് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് 10,000 രൂപയാണ് ആവശ്യമെങ്കിൽ ഞാൻ 10,000 രൂപയുടെ പോസ്റ്റ് ഇട്ടാൽ ഒരാൾ തന്നെ ഈ 10,000 തരണമെന്നില്ല. അവൈലബിൾ ആവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ കൊടുക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് പല ലെൻഡേഴ്സും മുന്നോട്ട് വരുന്ന പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്? ലെൻഡേഴ്സ് നോക്കുമ്പോൾ ബാങ്കിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പലിശ ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില ലെൻഡിങ് പ്ലാറ്റ്ഫോമിൽ 100 രൂപ ഇട്ടാൽ 100 തന്നെ പലിശയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ 100-ന് 200 രൂപ ലാഭമാണ് അവർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ലെൻഡേഴ്സ് കൊടുക്കാനും വില്ലിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം പ്രൊഫൈൽ ആ ഒരു പോസ്റ്റ് ലെൻഡറിൻ്റെ ഫീഡിലെത്തുന്നു. ലെൻഡർ നോക്കുന്നു, ലെൻഡറിന് വേണം എന്നുണ്ടെങ്കിൽ, കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ റിസ്ക് ഒക്കെ നോക്കിയിട്ട് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ലോൺ മാച്ചിങ് നടത്തുന്നു. ലോൺ മാച്ചിങ്ങിന് ശേഷം ലോണ് ഡിസ്പേഴ്സ് ചെയ്യുന്നു നമ്മുടെ വേണ്ട ആൾക്കാരുടെ കയ്യിൽ. ഈ വേണ്ട ആൾക്കാർ പിന്നെ റെഗുലറായിട്ട് പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ടോ എന്നുള്ളത് പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡേറ്റ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഗൂഗിൾ പേയിലുള്ള ഡേറ്റ, അങ്ങനെയുള്ള ഡേറ്റയൊക്കെ ഇവർക്ക് എടുക്കാൻ പറ്റും. അതൊരു റിസ്ക്കാണ്, കാരണം ആൾക്കാരുടെ പ്രൈവസിയിലോട്ടും കൂടി കയറുന്നുണ്ട്. പക്ഷേ നമുക്കൊരു അത്യാവശ്യത്തിന് പൈസ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിനെ നമ്മൾ ആശ്രയിച്ചേ പറ്റുള്ളൂ. അത് മറ്റൊരു കാര്യം. എക്സാമ്പിൾസ് ഓഫ് P2P ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട P2P ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് ആണ്. ഫസ്റ്റ് വൺ ഫെയർസെൻറ്റ് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള P2P പ്ലാറ്റ്ഫോംസ് ആണ്. പിന്നെ ലെൻഡ്ബോക്സ് എന്ന് പറയുന്നത് റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ലെൻഡിങ് മോഡൽസ് ആണ്. പിന്നെ ഓട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു P2P ലെൻഡിങ് പ്ലാറ്റ്ഫോം. തേർഡ് വൺ റുപ്പീ സർക്കിൾ എന്ന് പറയുന്നത് അണ്ടർസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് ഒരു P2P ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ലെൻ ക്ലബ്ബ്, ഇത് AI യൂസ് ചെയ്തിട്ടുള്ള ബോറോവർ പ്രൊഫൈലിംഗ് ഒക്കെ നടത്തുന്ന ഒരു മൈക്രോ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു P2P ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് യൂസ്ഡ് ഇൻ P2P ലെൻഡിങ് പ്ലാറ്റ്ഫോം. P2P ലെൻഡിങ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ടെക്നോളജി AI ഡ്രിവൺ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോറിങ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. KYC ആധാർ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ഡിജിറ്റൽ EMI ട്രാക്കിങ് നടത്തുന്നുണ്ട്. റിസ്ക് ഡൈവേഴ്സിഫൈഡ് അൽഗോരിതം, അത് റിസ്ക് എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതംസ് വർക്ക് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഫോർ ഫണ്ട് ട്രാൻസ്ഫർ ആൻഡ് കളക്ഷൻ, ഫണ്ട് കളക്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, അതായത് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ക്രീനാണ് ഇൻ്റഗ്രേറ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ P2P ലെൻഡിങ് ഫാസ്റ്റും സെക്യൂറും സ്കെയിലബിളും ആയിട്ടാണ് ഉള്ളത്. റിയൽ ലൈഫ് ഇല്ലുസ്ട്രേഷൻ. ഇപ്പം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, ഒരു 2 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കിൽ നിന്നും എനിക്ക് ലോൺസ് ലഭിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാണ്. ഈ രജിസ്റ്റർ ചെയ്യുമ്പം എനിക്ക് ലോൺ ആവശ്യമുണ്ടെന്ന് ഞാനൊരു പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ബോറോവർ രജിസ്ട്രേഷൻ നടത്തുന്നു, എന്നിട്ട് പൈസ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പൈസ ആവശ്യമുണ്ടെന്നുള്ള പോസ്റ്റ് ലെൻഡേഴ്സിൻ്റെയൊക്കെ പ്രൊഫൈലിലേക്ക് എത്തുകയാണ്. അപ്പോൾ അയാൾ അത് പല ലെൻഡേഴ്സും നോക്കുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് വെച്ചിട്ട് അവർ ഇത് അപ്രൂവ് ചെയ്യുന്നു. അവർ റിസ്ക് ഒക്കെ നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഒരാൾ 5,000 രൂപ, മറ്റാൾ 10,000 രൂപ, അങ്ങനെ പലതായിട്ട് അലോക്കേറ്റ് ചെയ്ത് തരുന്നു. ഈ അലോക്കേറ്റ് ചെയ്ത് എനിക്ക് പല ഇൻഡിവിജ്വൽസിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് വേണ്ട 2 ലക്ഷം രൂപ എനിക്ക് സുരുക്കൂട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ സുരുക്കൂട്ടി എടുക്കുമ്പം എനിക്ക് ബാങ്കിൽ നിന്നും കിട്ടാത്തത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുവാണ്. ഇനി എനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ അവർക്ക്
ലെൻഡേഴ്സിന് റിസ്ക് ഉണ്ടോ എന്നുള്ളത് അത് അനലൈസ് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഞാൻ കറണ്ട് ബില്ല്, വാട്ടർ ചാർജ് ഇതൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേയ്മെൻറ്റ് നടത്തിയേക്കുന്നത് എങ്ങനെയാണ്, GST എന്ന് പറയുന്നതിനകത്ത് ഞാൻ എങ്ങനെ വർക്ക് ചെയ്തേക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് പൈസ തരാൻ പറ്റുമോ എന്നുള്ളൊരു റിസ്ക് ക്രെഡിബിലിറ്റി അവിടെ കാണിക്കുന്നത്. ആ ക്രെഡിബിലിറ്റി നോക്കിയിട്ടാണ് പല ലെൻഡേഴ്സിനും അവർക്ക് പറ്റുന്ന എമൗണ്ട്സ് ലെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത് പ്രധാനമായിട്ട് ഇപ്പോൾ ഭയങ്കര കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫിനാൻഷ്യൽ കമ്പോണൻ്റാണ്, ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോമാണ്. ട്രഡീഷണൽ ബാങ്കിങ് സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നും ലഭിക്കാത്ത സർവീസസ് ആൾക്കാർക്ക് പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പൈസ വേണം എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ നിന്നല്ല, പല മൾട്ടിപ്പിൾ ഇൻഡിവിജ്വലിൽ നിന്നാണ്. വേണമെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വലിനും എനിക്ക് പൈസ പ്രൊവൈഡ് ചെയ്യും. എനിക്ക് ഒരു 5 ലക്ഷം രൂപ വേണം എന്നുള്ള സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ പറ്റുന്ന എമൗണ്ട് വെച്ച് പലരുടെയിൽ നിന്നും എനിക്ക് സ്വരുക്കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി P2P ലെൻഡിങ് പ്ലാറ്റ്ഫോം നേരിടുന്ന ചലഞ്ചസ്, ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്. കാരണം ഇവിടെ ലോൺസൊക്കെ അല്ലെങ്കിൽ പൈസയൊക്കെ കിട്ടുന്നത് ഒരിക്കലും ഈട് വെച്ചിട്ടല്ല, അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. പിന്നെ റിക്കവറി ഇഷ്യൂസ് ഉണ്ട്. അതായത് ലീഗലായിട്ടുള്ളൊരു ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പില്ല. പിന്നെ അവയർനെസ് ആൻഡ് ട്രസ്റ്റ്, ഇപ്പം ഇതൊക്കെ പയ്യെ വളർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അധികം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. പിന്നെ റെഗുലേറ്ററി കോംപ്ലക്സിറ്റി, RBIൻ്റെ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോൺ ലിമിറ്റേഷനും പിന്നെ അതിൻ്റെ ഒരു കാലാവധിക്കൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട് അല്ലേ. ലോൺ എത്ര രൂപ കൊടുക്കാൻ പറ്റും എന്നുള്ളതും അത് എത്ര കാലത്തേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതൊരു കോംപ്ലക്സിറ്റിയാണ്. RBI റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ P2P പ്ലാറ്റ്ഫോംസ്, പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് നിലനിൽക്കുന്ന RBIയുടെ ഒരു റെഗുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം RBI എന്തൊരു റെഗുലേഷനാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമായിട്ടൊരു പ്ലാറ്റ്ഫോം നിലനിൽക്കുകയാണെങ്കിൽ അവരാദ്യമേ ചെയ്യേണ്ട ആക്ടിവിറ്റി RBIയുടെ NBFC P2P എന്ന് പറയുന്ന ആ ഒരു സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, ആ ഒരു സെക്ടറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇനി രണ്ടാമത് ഇവർ ഡയറക്റ്റായിട്ട് ഇവർക്ക് ഫണ്ടൊന്നും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല P2P ലെൻഡിങ് പ്ലാറ്റ്ഫോംസിന്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഒരു ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാവണം. അതായത് ഇവരുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഫണ്ട് ട്രാൻസ്ഫറിന് ഒരു തേർഡ് പാർട്ടി ആയിട്ട് ബാങ്ക് ഉണ്ടാവണം. ബാങ്കിൻ്റെ പാർട്ട്ണർഷിപ്പിലായിരിക്കണം ഇവർ ഒരു തേർഡ് പാർട്ടി അക്കൗണ്ട് വെച്ചിട്ട് വേണം ഇവരുടെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി അവിടെ ഉണ്ടാവണം എന്നുള്ളത്. മനസ്സിലായോ? എസ്ക്രോ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, എസ്ക്രോ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിലനിൽക്കുന്ന അക്കൗണ്ട്സാണ്. അപ്പം ബാങ്കിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം അവിടെ. ബാങ്ക് തേർഡ് പാർട്ടി ആയിട്ട് നിന്നിട്ട് വേണം ഇതെന്ത് ചെയ്യാൻ, ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. പിന്നെ ബോറോവറിനും ലെൻഡറിനും ഇൻഫോർമേഷൻ ഉണ്ടാവണം, പരസ്പരം ഇവർ അറിഞ്ഞിരിക്കണം. ഇവർ ബ്ലൈൻഡ് ആവാൻ പാടില്ല. ഞാനാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ ഞാനാണ് പൈസ കൊടുക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് വാങ്ങുന്ന ആളും അറിയണം. ഇനി അയാൾക്കാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കും അറിയാൻ പറ്റണം. അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവണം. പിന്നെ ക്യാപ്പിംഗ് ഓൺ എക്സ്പോഷർ പെർ ബോറോവർ ആൻഡ് പെർ ലെൻഡർ ടു മാനേജ് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോവറും ലെൻഡറും അതിനൊരു ക്യാപ്പിംഗ് ഉണ്ടാവണം. അതായത് ഓരോ ബോറോവറിനും ഒരു സീലിംഗ് ഉണ്ടാവും, ഇതിൽ കൂടുതൽ ബോറോ ചെയ്യാൻ പറ്റില്ല. ഓരോ ലെൻഡറിനും ഒരു സീലിംഗ് ഉണ്ടാവും, ഇതിൽ കൂടുതൽ ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. Let's assume you need a loan. Your first instinct is most likely to head over to a local bank and request one. However, problems can arise, such as the bank not being willing to lend you money or interest rates being too high. On the opposite end of the spectrum, there are people who have money and normally go with bank deposits. However, in today's low-interest environment, their returns are depressingly low. Peer-to-peer lending basically acts as a bridge between these two extremes. Here's how it works. 1. Borrowers as well as lenders interact with one another through a peer-to-peer lending platform such as Lending Club or Prosper. 2. That platform allows borrowers to request loans for various needs. 3.
Lenders see these loan requests and are able to choose who they give money to. Furthermore, the platform gives them all sorts of information about the borrowers so that lenders can make educated decisions. Some might settle for lower returns and only lend to the safest borrowers, whereas others reach for yield but accept a higher degree of risk. 4. The platform, of course, takes its cut each time for facilitating the deal. Sounds good, right? Unfortunately, there are risks involved, such as 1. If borrowers are unable to keep making payments and default, lenders lose money and aren't covered by deposit guarantee schemes, such as the FDIC in the United States. 2. The same way, there's usually limited to no protection if the platform itself goes bankrupt, like what happened with TrustBuddy in 2015. 3. In most countries, peer-to-peer lending platforms either don't exist or have pretty bad track records. So, is there room for peer-to-peer lending in the financial world? Sure, but it's by no means a miracle solution. ലോൺ ആപ്സ് എന്ന് പറയുന്നത് മൊബൈൽ ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ്. ക്വിക്കായിട്ടുള്ള പേപ്പർലെസ് ആയിട്ടുള്ള കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ഈടില്ലാത്ത പേഴ്സണൽ ലോൺസ് ആൾക്കാർക്ക് വേഗം നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് വന്ന ലെൻഡിങ് ആപ്സാണ് ലോൺ ആപ്സ് എന്ന് പറയുന്നത്. ഇവർ ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ അനാലിറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ബോറോവേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് സാലറി ഉള്ള ഇൻഡിവിജ്വൽസ്, സ്മോൾ ഓൺട്രപ്രണേഴ്സ്, പിന്നെന്താ ജിഗ് ഇക്കോണമി വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ ഒരു നമ്മുടെ ലോൺ ആപ്സിൻ്റെ യൂസേഴ്സാണ്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഇവർക്ക് ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലോണിന് വേണ്ടിയിട്ട് ഇവർ ക്വാളിഫൈഡ് അല്ല എന്ന് വിചാരിക്കുക. ട്രഡീഷണൽ ബാങ്ക്സ് ആയിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, അവിടെ നിന്നൊന്നും ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നിലനിൽക്കുന്നതാണ് ലോൺ ആപ്സ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺസും ഡിജിറ്റൽ KYCയും റിയൽ ടൈം ക്രെഡിറ്റ് സ്കോറിങ്ങും ഒക്കെ ഈ വന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ടും ആൾക്കാർക്ക് ലോൺ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്പാണ് ലോൺ ആപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്പ് കാറ്റഗറിയാണ് ലോൺ ആപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്, ഡിജിറ്റലി ആണ് ലോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺസ് ഉണ്ട്, പിന്നെ 1000 മുതൽ 5 ലക്ഷം വരെയുള്ള റേഞ്ചിലാണ് ലോൺസ് ലഭിക്കുന്നത്. ഷോർട്ട് ടെനേഴ്സാണ്, അതായത് കുറച്ച് ദിവസം മുതൽ മാക്സിമം 1 വർഷം അതിനുള്ളിൽ ആൾക്കാർക്ക് തിരിച്ച് പേയ്മെൻറ്റ് നടത്തണം. അത്രയും കാലാവധിയാണ് ലോൺസിന് വരുന്നത്. കുഞ്ഞ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ 1 വർഷം വരെ അത്രയുമാണ് പേയ്മെൻറ്റ് കാലാവധി വരുന്നത്. പിന്നെ ഡിജിറ്റൽ വെരിഫിക്കേഷൻ അപ്രൂവലും ആണ്, അതുകൊണ്ട് വേഗം തന്നെ ലോണിൻ്റെ ഫണ്ടൊക്കെ ലഭിക്കും. പിന്നെ ഫോർമലും ഇൻഫോർമൽ സെക്ടറിലെയും ബോറോവേഴ്സിനെ ഒരുപോലെ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരുപോലെ സർവീസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആപ്സാണ് ലോൺ ആപ്സ്. അപ്പോൾ ലോൺ ആപ്സിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ്, ഡിജിറ്റൽ ഓൺലി ഇൻ്റർഫേസ്. ഈ ലോൺ ആപ്സ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. അപ്പം ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് ആക്ടിവിറ്റീസ്. പിന്നെ മിനിമൽ ഡോക്യുമെൻറ്റേഷൻ, പാൻ കാർഡ്, ആധാർ കാർഡ്, സെൽഫി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മതി. അന്ന് നമ്മൾ ബജാജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു. ബജാജിൽ നമ്മൾ വീട്ടിലിരുന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള മിനിമൽ ഡോക്യുമെൻറ്റേഷനാണ് ലോൺ ആപ്സിനുള്ളത്. ഫാസ്റ്റ് പ്രോസസ്സിങ്, 30 മിനിറ്റ് മുതൽ 24 മണിക്കൂറിനുള്ളിൽ ലോൺസ് അപ്രൂവൽ ആവുക, അത്രയും ഫാസ്റ്റായിട്ട് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. പിന്നെ AI ബേസ്ഡ് ക്രെഡിറ്റ് അനാലിസിസ്, അപ്പോൾ നമ്മുടെ SMS, മൊബൈൽ യൂസേജും ലൊക്കേഷനും ഒക്കെ നോക്കിയിട്ടാണ് ആ വഴിയൊക്കെ AI ഡേറ്റ എടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് അനാലിസിസ് നടത്തുന്നത്. പിന്നെ സ്മോൾ ലോൺ എമൗണ്ട്സ് നമ്മൾ പറഞ്ഞില്ല, 1000 മുതൽ 5 ലക്ഷം രൂപ വരെ അതിനുള്ളിലാണ്. പിന്നെ ഷോർട്ട് ടെനേഴ്സ്, മെജോറിറ്റി ലോൺസും 15 ദിവസം മുതൽ 6 മാസം വരെ ആ ഒരു കാലാവധിയിലാണ് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ഡു ലോൺ ആപ്സ് വർക്ക്? ലോൺ ആപ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ലോൺ ആപ്സ് വർക്ക് ചെയ്യുന്നത്, ഒന്നാമത് നമ്മൾ രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ യൂസേഴ്സ് എന്ത് ചെയ്യുന്നത്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പ് വഴി ആധാർ, പാൻ, പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടൊരു രജിസ്ട്രേഷൻ നടത്തുക. മനസ്സിലായോ? ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് വഴി എന്ത് ചെയ്യുക, നമ്മുടെ ആധാറും പാൻ കാർഡും ഒക്കെ കൊടുത്ത് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ
ഡിജിറ്റൽ KYC ആൻഡ് അസസ്മെൻറ്റ്. ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ KYC, നോ യുവർ കസ്റ്റമർ, ക്രെഡിറ്റ് ബ്യൂറോ സ്കോറിങ്സ് ഒക്കെ നോക്കി, സിബിൽ സ്കോറൊക്കെ നോക്കി അതുവഴിയാണ് ഈ ലോൺ ആപ്സ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ, അത് നമ്മുടെ റിസ്ക് പ്രൊഫൈലിംഗ് ഒക്കെ നടത്തുന്നത് ഈ സിബിൽ സ്കോറൊക്കെ നോക്കിയിട്ട്, ഡിജിറ്റൽ KYC നോക്കിയിട്ട്. പിന്നെ ലോൺ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആപ്പ് നമുക്ക് പറ്റുന്ന എലിജിബിൾ ആയിട്ടുള്ള ലോൺ ഓഫേഴ്സൊക്കെ കാണിക്കും. അതിൻ്റെ ടെന്യൂർ, അതായത് അത് എത്ര കാലത്തേക്കാണ് ഉള്ളത്, അതിൻ്റെ EMI പേയ്മെൻറ്റ് എത്രയായിരിക്കും, ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ കാണിക്കും. അതിനാണ് ലോൺ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പറ്റുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഡിസ്പേഴ്സൽ. ഈ ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ലോൺ ഒരെണ്ണം, ഈ ലോൺ മതി എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോൺ നമുക്ക്, ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്, നമ്മുടെ ഡിജിറ്റൽ വാലറ്റ് വഴിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് വർക്ക് ചെയ്യുന്നത് റീപേയ്മെൻറ്റ് ആൻഡ് ട്രാക്കിങ്. അപ്പോൾ EMI റിമൈൻഡറും SMS ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ UPIയിൽ ഓട്ടോ പേയ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ പേയ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 6 മാസമാണെങ്കിൽ ഈ 6 മാസം ഇൻട്രസ്റ്റ് എമൗണ്ടൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായ ഇടവേളയിൽ പോകും. അതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും നോട്ടിഫിക്കേഷൻ വരും. 5-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കീപ്പ് ചെയ്യണം, അതിനുള്ളിൽ പേയ്മെൻറ്റ് നടക്കും എന്നുള്ള രീതിയിൽ. ഇനി ലോൺ ആപ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ആൻഡ് കൺവീനിയൻ്റ് ആണ്. അതായത് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്പീഡ് ആൻഡ് കൺവീനിയൻസ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇപ്പം ക്രെഡിറ്റ് ഹിസ്റ്ററിയൊക്കെ ലോ ആയിട്ടുള്ള ആൾക്കാർ, ലോണൊന്നും അങ്ങനെ എടുക്കാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫോർമൽ ഇൻകം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കും ലോൺ കിട്ടാൻ വേണ്ടി ലോൺ ആപ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡേറ്റാ ബേസ്ഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിങ് ഡേറ്റയൊന്നും അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. AI ഡ്രിവൻ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കുന്നത്. അപ്പോൾ ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റാണ്. അപ്പോൾ നമ്മുടെ AI ഡ്രിവൻ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോറിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. പിന്നെ നോ കൊളാറ്ററൽ റിക്വയർമെൻറ്റ്. അപ്പം ഇവിടെ ഈടൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈട് വെക്കേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈസി ആക്സസിബിൾ ആണ്, ബോറോവേഴ്സിനൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. റിയൽ ലൈഫ് ഇല്ലുസ്ട്രേഷൻ. ഇപ്പം ഒരാൾക്ക് പൈസ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക, അയാൾക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നതാണ്. അപ്പോൾ അയാൾക്ക് ക്രെഡിറ്റ് കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ പാൻ കാർഡോ ആധാർ നമ്പറൊക്കെ വെച്ചിട്ട് ഫോട്ടോ സെൽഫിയൊക്കെ എടുത്ത് ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. പെട്ടെന്ന് തന്നെ അയാൾക്ക് വേണ്ട എമൗണ്ട് അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ മെഡിക്കൽ അത്യാവശ്യങ്ങളൊക്കെ വരുന്ന ടൈമിലാണ് നമുക്ക് ഈ ലോൺ ആപ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഇപ്പം പെട്ടെന്ന് ഇയാൾക്ക് മെഡിക്കൽ അത്യാവശ്യം വന്നു, അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു? ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു. ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അയാൾക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടുന്നു. പൈസ കിട്ടിക്കഴിയുമ്പം ആ പൈസ തിരിച്ചടയ്ക്കേണ്ട കാലാവധി ഭയങ്കര ചെറുതാണ്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് തന്നെ എമൗണ്ട് അടച്ച് ബാധ്യത ഒഴിവാക്കാൻ പറ്റും. പിന്നെ EMI ഒക്കെ ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, അയാളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതൊക്കെ അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇതൊക്കെയാണ് ലോൺ ആപ്സ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ലോൺ ആപ്സിൻ്റെ കൺസേൺസ് ആൻഡ് ചലഞ്ചസ്. അപ്പോൾ ഏറ്റവും ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നൊരു ആപ്പാണ് ലോൺ ആപ്പ്. എന്നിരുന്നാലും ഇതിന് കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ചലഞ്ചാണ് പ്രിഡേറ്ററി ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതായത് ചില സമയത്തൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 100% എന്നുള്ള രീതിയിലൊക്കെ എത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് ഭയങ്കര ഹൈക്കാവുന്നത് ഒരു ചലഞ്ചാണ്. പിന്നെ ഹറാസ്മെൻറ്റ് ബൈ റിക്കവറി ഏജൻസ്. ഇപ്പോൾ തിരിച്ച് പൈസ വാങ്ങേണ്ട ആൾ, ആ ഏജൻസി അൺഎത്തിക്കലായിട്ടുള്ള റിക്കവറി പ്രാക്ടീസസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഇമോഷണൽ ബാലൻസിനെ അത് തകർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രൈവസി വയലേഷൻസ്. ആപ്പ് നമ്മുടെ ഡേറ്റയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കുന്നത്, അല്ലേ? ഡേറ്റ യൂസേജ് ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺടാക്ട്സ്, ഗാലറി, SMS ആക്സസ് ഒക്കെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ചില ആപ്സൊക്കെ ആണെങ്കിൽ ഫീയും പിന്നെ
എന്തുമാത്രം കാലത്തേക്കാണ് ഇതുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ ലോൺ ആപ്പും അല്ല, ചില ലോൺ ആപ്സ് അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്ന ലോൺ ആപ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബി ആണ്. ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത് പേഴ്സണൽ ലോൺസ് ആണ്. യങ് പ്രൊഫഷണൽസും ഫസ്റ്റ് ടൈം ബോറോസിനും ഒക്കെ ഒരു പേഴ്സണൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് ബി. പിന്നെ നേവി എന്ന് പറയുന്നത് UPI ബേസ്ഡ് റീപേയ്മെൻറ്റ് എനേബിൾ ചെയ്തേക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോൺ ആപ്പാണ്. പിന്നെ മണി ടാപ്പ് എന്ന് പറയുന്നത് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഫ്ലെക്സിബിൾ EMI ഒക്കെ സ്ട്രക്ചർ ചെയ്ത ആൾക്കാർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ആപ്പാണ്. പിന്നെ ക്യാഷ് എന്ന് പറയുന്നത് ഈ AI ഡ്രിവൺ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റമാണ് നോക്കുന്നത്. ഇത് സാലറി ഒക്കെ ഉള്ള മില്ലേനിയൽസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി പേഴ്സൺസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് പേഴ്സണൽ ലോൺസും ഡ്യൂറബിൾ ഫിനാൻസിങ്ങും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ലോൺ ആപ്പാണ്. ഇനി ലോൺ ആപ്പിനും RBIയുടെ റെഗുലേഷൻസ് ഉണ്ട്. കാരണം ഇത് ആൾക്കാരുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ആൾക്കാരുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ വെച്ചിട്ട് RBI ലോൺ ആപ്സിനും റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. ഈ ലോൺ ആപ്സിനെ കുറിച്ച് ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നു, ചലഞ്ചസിനകത്ത് പ്രൈവസി വയലേഷൻസ് ഒക്കെ ഹറാസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ കൂടിയിട്ട് ലോൺ ആപ്സിന് RBI കൊണ്ടുവന്ന റെഗുലേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. RBI 2022 സെപ്റ്റംബറിലാണ് ഈ ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോമിന് മേലിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് RBI നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഓൺലി റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ക്യാൻ ഡിസ്പേഴ്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലോൺസ് ഡിസ്പേഴ്സ് ചെയ്യാൻ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ആയിട്ടുള്ള ബാങ്ക്സും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇനി ലോണ് കൊടുക്കുന്നതും ലോൺ റീപേ ചെയ്യുന്നതും ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ നടക്കാവുള്ളൂ. പിന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കോൺടാക്ട്സോ കോൾ ലോഗ്സോ ഗാലറിയോ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ആപ്പിൽ നിന്ന് നമ്മളോട് ചോദിക്കില്ലേ, നിങ്ങളുടെ ഇത് എടുത്തോട്ടെ, വൈൽ യൂസിങ് ആപ്പ്, ഡിനൈ, ആക്സസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ. ഇത് നമ്മുടെ കൺസേൺ ചോദിക്കുന്ന, അപ്പോൾ അത് നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് ആണ് നോൺ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എടുത്ത ഉടനെ തന്നെ നമ്മുടെ ഡേറ്റയൊക്കെ പോവുകയാണെങ്കിൽ അതിനെയാണ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ആക്സസ് പാടില്ല. പിന്നെ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെബ്സൈറ്റിൽ ആപ്പുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അതായത് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാണ്, ആപ്സിൻ്റെ പേര് ഉണ്ടാവണം, ലിസ്റ്റഡ് ആയിരിക്കണം. ഇതൊക്കെയാണ് RBI പറഞ്ഞേക്കുന്നത്. പിന്നെ RBI പബ്ലിഷ് ചെയ്ത മറ്റൊരു കാര്യമാണ് മെയ്റ്റി എന്ന് പറയുന്ന ആ സൈറ്റിൻ്റെ സഹായത്തോടെ, മെയ്റ്റിയുടെ സഹായത്തോടു കൂടി RBI ഒരു ലീഗൽ ലെൻഡിങ് ആപ്സിൻ്റെ ഒരു വൈറ്റ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് വേണം, അതിനകത്തുള്ള ആപ്സ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ക്രെഡിബിലിറ്റി കാണിക്കുന്നത്. പിന്നെ ലോൺ ആപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ലോൺസിന് ഈസി ആക്സസിന് വേണ്ടി നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഫാസ്റ്റർ ആൻഡ് ഈസിയർ ആയിട്ട് ലോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നിലനിൽക്കുകയും കൂടെ ചെയ്യുന്നതാണ് ലോൺ ആപ്സ്. അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫിനാൻഷ്യൽ ഡേറ്റ ഷെയറിംഗ് സിസ്റ്റമാണ് അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് RBIയുടെ കീഴിലായതുകൊണ്ട് തന്നെ കൺസ്യൂമറിൻ്റെ കംപ്ലീറ്റ് കൺസെൻറ്റോടുകൂടി മാത്രമാണ് ഡേറ്റ കളക്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഇതൊരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. കസ്റ്റമറിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാൻ, അതായത് ഫിനാൻഷ്യൽ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നത്. അപ്പം കസ്റ്റമറുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു ഡേറ്റ പോലും ഇത് കളക്ട് ചെയ്യാറുമില്ല, ഷെയർ ചെയ്യാറുമില്ല. കാരണം RBIയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് കൺസെൻറ്റോടുകൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയുടെ പ്രധാന വർക്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൺസ്യൂമറിൻ്റെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് ഇൻഡിവിജ്വലിൻ്റെ ഇൻസ്ട്രക്ഷനും കൺസെൻറ്റോടും കൂടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഈ AAL, അതായത് അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സിൽ ഒരു കൺസ്യൂമർ
രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ ഒരു വോളണ്ടറി ആക്ഷൻ ആയിരിക്കും. ഈ വോളണ്ടറി ആക്ഷനകത്ത് അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തേക്കുന്ന ആക്ടിവിറ്റീസ്, അതായത് അയാളുടെ ഫിനാൻഷ്യൽ ഡേറ്റ മൊത്തം മറ്റൊരു സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുക്കാനുള്ള കൺസെൻറ്റ് അയാൾ അവിടെ കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സിൽ 2 തരത്തിലുള്ള രജിസ്ട്രേഷനാണുള്ളത്. ഒന്ന് FIP എന്ന് പറയും, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡർ. അതായത് എൻറ്റിറ്റീസ് അവർക്ക് ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുവാണ്, അവരാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ് കമ്പനി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഇവരൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസേഴ്സ്, FIU എന്ന് പറയും. ഒരു ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റർ വെച്ച് റെഗുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എൻറ്റിറ്റീസാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസേഴ്സ് എന്ന് പറയുന്നത്. കറൻ്റ്ലി RBIയുടെ കീഴിൽ 14 കമ്പനീസാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അവർക്കാണ് സർട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നത് AA ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി AAയുടെ ഫീച്ചേഴ്സ് മെയിൻലി 3 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഡിജിറ്റലൈസേഷൻ ആൻഡ് ഇൻസ്റ്റൻറ്റ് പ്രോസസ്സിങ്ങും. ഇപ്പോൾ അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ പേപ്പർ വർക്കിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്മിഷനൊക്കെ ഡിജിറ്റലായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഡേറ്റ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. അവിടെ ഒരു പേപ്പർ വർക്ക് അല്ലെങ്കിൽ പേപ്പർ നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേപ്പർ വർക്ക് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നില്ല. ഇനി സെക്കൻഡ് വൺ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, ഡേറ്റ സെക്യൂരിറ്റി. അതായത് കംപ്ലീറ്റ്ലി ഇത് RBIയുടെ കീഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കര കൂടുതലാണ്, ഡേറ്റ സെക്യൂരിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനൊക്കെ ഫോളോ ചെയ്തിട്ട് ഹൈലി കോൺഫിഡൻഷ്യലായിട്ടാണ് ഡേറ്റ അവിടെ സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഡേറ്റയൊക്കെ ചോർന്നു പോകും എന്നുള്ള പേടിയൊന്നും അവിടെ ആവശ്യമില്ല. തേർഡ് വൺ സെലക്റ്റീവ് ഡേറ്റ ഷെയറിങ്. കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്യുന്ന ഡേറ്റേനെ കുറിച്ചിട്ട് എന്തുമാത്രം ഡേറ്റ ഷെയർ ചെയ്യണം എന്നുള്ളതിൽ ഒരു സെലക്ഷൻ നടത്താൻ പറ്റും. അതായത് ഇന്ന ഡേറ്റ് ഷെയർ ചെയ്താൽ മതി, ഇതിൽ കൂടുതൽ ഷെയർ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ ഫേസ്ബുക്കൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കത്തില്ലേ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ മാത്രം നമ്മൾ പബ്ലിക്കായിട്ട് കാണാൻ പറ്റും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കത്തില്ലേ. അപ്പോൾ അതൊക്കെയാണ് സെലക്റ്റീവ് ഡേറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ സെലക്റ്റീവ് ഡേറ്റ ഷെയറിംഗ് AAയിലും ഉണ്ട്. അപ്പം AAയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ എത്ര കാലത്തേക്ക് അതിനകത്ത് ഡേറ്റ ആക്സസിബിൾ ആക്കാം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മാർച്ച് 31-ാം തീയതി വരെ ഡേറ്റ ഷെയർ ചെയ്താൽ മതി, ഇങ്ങനെയുള്ള സെലക്ഷൻ അവിടെ പോസിബിൾ ആവുന്നുണ്ട്. പ്രോഗ്രസ് ഓഫ് അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടറിൽ, സെക്യൂരിറ്റി സെക്ടറിൽ, ഇൻഷുറൻസ് സെക്ടറിൽ, പെൻഷൻ സെക്ടറിലൊക്കെ അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സിൻ്റെ യൂസേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഭയങ്കരമായിട്ടും വികസിച്ച് വരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുക എന്ന നിലയിൽ 2 നിലയിലും വർക്ക് ചെയ്യുന്ന 112 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ 56 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്. 410 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സിൽ 2.2 ബില്യണിൽ കൂടുതൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സാണ് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ 112.34 മില്യൺ യൂസേഴ്സാണ് അവരുടെ അക്കൗണ്ടുകൾ ഫിനാൻഷ്യൽ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ആഗ്രിഗേറ്റേഴ്സിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതായത് അക്കൗണ്ട് ആഗ്രിഗേറ്ററിൽ ലിങ്ക് ചെയ്തിട്ടുള്ള 112.34 മില്യൺ യൂസേഴ്സും അതേപോലെ ഡേറ്റ ഷെയർ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്ന 2.2 ബില്യൺ അക്കൗണ്ട്സുമാണുള്ളത്. എക്സാമ്പിൾസ് ഓഫ് AA ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള AAs ആണ് പറയുന്നത്. ഫസ്റ്റ് AA CAMS ഫിൻസർവ്, അതായത് ക്യാംസ് ഫിൻസർവ് എന്ന് പറയും. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. AA സ്പേസിൽ ഫസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് ആഗ്രിഗേറ്ററാണത്. സെക്കൻഡ് വൺ കുക്കിജാർ ടെക്നോളജീസ്, ഫിൻവു എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫിൻടെക്കുകാർ മെയിൻലി യൂസ് ചെയ്യുന്നതാണ്.
ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ NESL അസറ്റ് ഡേറ്റ, ഇത് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ക്രെഡിറ്റ് ഇൻഫോ സർവീസസിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനി വൺ മണി എന്ന് പറയുന്നത് അതും ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അത് സഹാമതി നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ NADL CDSL ഇൻട്രൊഡ്യൂസ് ചെയ്ത NADL എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അഗ്രിഗേറ്റർ ഉണ്ട്. അതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇനി അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഇത് കസ്റ്റമേഴ്സിനും അതേപോലെ ബാങ്ക്സ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരുപോലെ യൂസേജ് ഉള്ള കാര്യമാണ്. അപ്പം കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഡേറ്റയുടെ മേൽ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവും, അവർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡേറ്റ. പിന്നെ ഫിസിക്കൽ പേപ്പർ വർക്ക് വേണ്ട. ഇപ്പോൾ എനിക്ക് എൻ്റെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അക്കൗണ്ട് അഗ്രിഗേറ്ററിൽ എൻ്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേപ്പർ വർക്കിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അതുപോലെ തന്നെ സിമ്പിളാണ്, ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഷെയറിംഗ് ആണ്. ഇപ്പോൾ പേപ്പർ വർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ എനേബിൾസ് ക്രെഡിറ്റ് ആക്സസ് ഫോർ ഇൻഫോർമൽ വർക്കേഴ്സിന് ക്രെഡിറ്റ് ആക്സസിനൊക്കെ വേണ്ടിയിട്ട് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എങ്ങനെയാണ് അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്? ബെറ്റർ ക്രെഡിറ്റ് പ്രൊഫൈലിങ്, ഒരാളുടെ ക്രെഡിറ്റ് പ്രൊഫൈലൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാസ്റ്റർ ഓൺ ബോർഡിങ്, അല്ലേ, ഡേറ്റയൊക്കെ വേഗം കളക്ട് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രോഡ് റിഡക്ഷൻ ത്രൂ വെരിഫൈഡ് ഡേറ്റ വെരിഫൈഡ് ആക്കി ഇവർക്ക് ഫ്രോഡ് റിഡക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട്. അതായത് കളത്തരൊന്നും കാണിക്കുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബൂസ്റ്റ് ഫിൻടെക് ഇന്നോവേഷൻസ് വിത്ത് ട്രസ്റ്റഡ് ഡേറ്റ ആക്സസ്, ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ ഇന്നോവേഷന് ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഡേറ്റ ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ. ഇനി അതുപോലെ തന്നെ അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് ഇപ്പം നേരിടുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അതാണ് പറയുന്നത്. ഫസ്റ്റ് ചലഞ്ച് ലോ പബ്ലിക് അവയർനെസ്. അതായത് നമുക്ക് പോലും ഇപ്പം ഫിൻടെക്കിനകത്ത് നമ്മൾ അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്ന് പറയുന്ന ആ ഒരു കാര്യം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളറിയില്ല അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അവയർനെസ് ഭയങ്കരമായിട്ട് കുറവാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൊക്കെ അവയർനെസ് ക്യാമ്പയിൻസ് നടത്തുന്നത് വഴി ഒരു പരിധി വരെ ഈ ഒരു അവയർനെസ് ഇല്ലായ്മ നമുക്ക് തടയാൻ പറ്റും. ഇപ്പം നമ്മളുടെ അക്കാദമിക് കാര്യങ്ങളിൽ ABC അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഫിൻടെക്കിൽ അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊരു സെക്യൂർ ആണ്. അതുപോലെ പേപ്പർ വർക്ക്സ് ഒന്നും വേണ്ട, നമുക്ക് ഈസി ടു ആക്സസ് ആണ്. നമ്മുടെ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നോക്കാനും ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അധികം ആൾക്കാർക്കും അറിയില്ല. ഇത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ഈസി ഷെയറിങ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പം സെക്യൂർ ആയിട്ടുള്ളൊരു അക്കൗണ്ട്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സിലേക്ക് ലിങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് അവയർനെസ് ക്യാമ്പയിൻ തരണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് നേരിടുന്ന രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻ്റഗ്രേഷൻ ബൈ ബാങ്ക്സ് ആണ്. ബാങ്ക്സുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഭയങ്കര ലിമിറ്റഡ് ആണ്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ API സ്റ്റാൻഡേർഡൈസേഷനും റെഗുലേറ്ററി പുഷും വെച്ച് അതിനെ മാനേജ് ചെയ്യുക. അതായത് ഒരു സെറ്റ് ഓഫ് റൂൾസൊക്കെ വെച്ചിട്ട് ഈ ഒരു അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബാങ്കിൻ്റെ ഇൻ്റഗ്രേഷൻ ഇഷ്യൂ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. തേർഡ് വൺ, ഡേറ്റ സെക്യൂരിറ്റി കൺസേൺ. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഡേറ്റയൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ടാണ് നമ്മളുടേത് മിസ്യൂസ് പെടുവോ അല്ലെങ്കിൽ ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഓഡിറ്റ് പ്രോട്ടോക്കോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ ഡേറ്റ എൻക്രിപ്ഷൻ എൻഫോഴ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ, അതായത് സെക്യൂരിറ്റി ചെക്കപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടാകും. ഇത്രയാണ് AI നെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.
അതർ ഫിൻടെക് എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യ. ഇപ്പം നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ എൻറ്റിറ്റീസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, പേയ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ പോലെയുള്ളത്. ഇതിലൊന്നും ഉൾപ്പെടാതെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കുറച്ചുകൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് എൻറ്റിറ്റീസിനെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആൻഡ് ആഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സാധനമാണ്. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആൻഡ് ആഗ്രിഗേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. മെർച്ചൻസിനെ അവർക്ക് ലഭിക്കാനുള്ള ഫണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതിന് ആണ് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എന്ന് പറയുന്നത്. ഇത് UPI ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, വാലറ്റ്സ്, നെറ്റ് ബാങ്കിങ്, ഇങ്ങനെ ഏത് സോഴ്സ് വഴി വേണമെങ്കിലും ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേസിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ കോളേജിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് MGUവിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് പേയ്മെൻറ്റ് നടത്തി. അപ്പം അന്നേരം നമ്മൾ പേ നൗ എന്ന് പറയുന്നത് കൊടുക്കും, നമുക്കൊരു സ്ക്രീൻ വന്നില്ലേ, ആ സ്ക്രീനാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ച്, ക്രെഡിറ്റ് കാർഡ് വെച്ചോ, UPI വെച്ചോ ഒക്കെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ അതൊരു മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതിനാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് റിയൽ ടൈം ട്രാൻസാക്ഷൻസ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. ഫ്രോഡ് ഡിറ്റക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ സെക്യൂർ ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. റിക്കറിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ്, അതായത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പേയ്മെൻറ്റ്സ് ഉണ്ടല്ലോ, മന്ത്ലി പേയ്മെൻറ്റ് പോലുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യും. എക്സാമ്പിൾ റേസർ പേ യു, ക്യാഷ് ഫ്രീ, CC അവന്യൂ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത് റേസർ പേ ആണ് അല്ലേ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ എൻറ്റിറ്റിയാണ് നമ്മൾ നോക്കുന്നത് നിയോ ബാങ്ക്സ്, ഡിജിറ്റൽ ഓൺലി ബാങ്ക്സ് എന്നറിയപ്പെടുന്നത്. ഇതൊരു ന്യൂ ടൈപ്പ്, നിയോ എന്ന് പറയുന്ന വേർഡിൻ്റെ തന്നെ മീനിങ് ആണ് ന്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ന്യൂ ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. ഇവർ സർവീസസ് മൊബൈൽ ആപ്പ് വഴി അല്ലെങ്കിൽ വെബ് പ്ലാറ്റ്ഫോം വഴിയാണ് കൊടുക്കുന്നത്. ഇവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചസ് ഇല്ല. ഇവർ കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ്? സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട്സ്, പേഴ്സണൽ ഫിനാൻസ് ടൂൾസ്, പിന്നെ ഇൻസ്റ്റൻറ്റ് ലോൺസ്, UPI ഇൻ്റഗ്രേഷൻ, ഇങ്ങനെയുള്ള സർവീസസ് തരുന്ന ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റമാണ് നിയോ ബാങ്ക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജൂപ്പിറ്റർ, ഫൈമണി, ഓപ്പൺ, നിയോ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഇൻഷുർടെക് കമ്പനീസ്. ഇൻഷുറൻസിൻ്റെ ഡെലിവറി, മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് പ്രോഡക്ട്സിൻ്റെ പ്രൈസിംഗ് ഒക്കെ സിംപ്ലിഫൈ ആകാനും അതേപോലെ തന്നെ എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് വന്ന ടെക്നോളജിയാണ് ഇൻഷുർടെക് ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോളിസീസിനെ വേഗം കമ്പയർ ചെയ്യാനും ഡിജിറ്റൽ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനും AI ബേസ്ഡ് ആയിട്ടുള്ള അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ് നടത്താനും വേണ്ടിയിട്ടൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് പോളിസി ബാസാർ, ആക്കോ, ഡിജിറ്റ് ഇൻഷുറൻസ്, ടോഫി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വെൽത്ത് ടെക് പ്ലാറ്റ്ഫോംസ്. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വെൽത്തിൻ്റെ ഗ്രോത്ത്, ഫങ്ഷനിങ് പോലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് വെൽത്ത് ടെക് പ്ലാറ്റ്ഫോംസ്. ഇത് ആക്ച്വലി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. AI യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് റോബോ അഡ്വൈസറി, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് SIP ഇൻവെസ്റ്റ്മെൻറ്റിനെയും മ്യൂച്വൽ ഫണ്ടിനെയൊക്കെ ഡിറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വെൽത്ത് ഷെയർ പോലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്വൈസൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ആണ് വെൽത്ത് ടെക്. പിന്നെന്താ, നമ്മുടെ ഷെയറിൻ്റെ ഒക്കെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള പോർട്ട്ഫോളിയോ ട്രാക്കിങ്, റീബാലൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ഗ്രോ, സെറോദ, അപ്സ്റ്റോക്ക്, സ്റ്റോക്സ്, പിന്നെ ET മണി എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ട് AIയുടെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫിഫ്ത്ത് കാറ്റഗറിയാണ് ലെൻഡിങ് ടെക് സ്റ്റാർട്ടപ്പ്സ്. ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഫണ്ട് വേണ്ട സമയത്തോ ഒക്കെ നമുക്ക് പൈസ തരുന്നത് ലെൻഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിനാണ് ലെൻഡിങ് ടെക് സ്റ്റാർട്ടപ്പ്സ് എന്ന് പറയുന്നത്. ഇത് 3 കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ ഓൺലൈൻ പർച്ചേസിങ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ബൈ നൗ പേ ലേറ്റർ, BNPL എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
സാധനം വാങ്ങാം, പക്ഷേ പേയ്മെൻറ്റ് അപ്പം തന്നെ നടത്തണമെന്നില്ല. പിന്നീട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് അവരുടെ ആ ഒരു കാലാവധി പറയുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അതാണ് BNPL എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ലേസി പേ, ജസ്റ്റ് മണി, സിമ്പിൾ എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ലെൻഡിങ് ടെക് സ്റ്റാർട്ടപ്പാണ് മൈക്രോ ലോൺസ്. ഇത് സ്മോൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ഓണേഴ്സിനും സാലറിയുള്ള ഇൻഡിവിജ്വൽസിനും ഫാസ്റ്റായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ലെൻഡിങ് ടെക് ആണ്. ഇതിനകത്ത് നമുക്ക് ലോണായിട്ടാണ് തരുന്നത്, ആൾക്കാർക്ക് ലോൺ തരുന്നു. അപ്പോൾ ഈ ലോൺ നമ്മൾ റീപേ ചെയ്യുക. ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്നത് പർച്ചേസിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് പൈസ ഇല്ലെങ്കിൽ പിന്നീട് പേ ചെയ്താൽ മതി കടവായിട്ട്. മൈക്രോ ലോൺ എന്ന് പറയുന്നത് നമുക്ക് പൈസ ഇങ്ങോട്ട് തരുന്നു, നമ്മൾ പിന്നീട് അത് പേ ചെയ്താൽ മതി എന്നുള്ളത്. ഇനി തേർഡ് കാറ്റഗറി ഓഫ് ലെൻഡിങ് ആണ് എംബഡഡ് ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്. ഇത് നമുക്ക് പറയാൻ പറ്റും പൈസയായിട്ട് തരുന്നില്ല, പക്ഷെ ചില പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കടം തരുന്നു. എക്സാമ്പിൾ ആമസോൺ പേ ലേറ്റർ, ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം പേ ചെയ്യേണ്ട, നിങ്ങൾ പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതി എന്നുള്ള ഉറപ്പോടുകൂടി പേയ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് എംബഡഡ് ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയുവാണെങ്കിൽ ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ലെൻഡിങ് പ്ലാറ്റ്ഫോം നമ്മൾ സാധനം വാങ്ങുന്നു, പിന്നീട് പേയ്മെൻറ്റ് നടത്തുന്നു. മൈക്രോ ലോൺസ് എന്ന് പറയുന്നത് സ്മോൾ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും സാലറി ഉള്ള ഇൻഡിവിജ്വൽസിനും പൈസ ഇങ്ങോട്ട് തരുന്നു, കടമായിട്ട് തരുന്നു, നമ്മൾ തിരിച്ച് പേ ചെയ്യുന്നു. ഇനി എംബഡഡ് എന്ന് പറയുന്നത് നമുക്ക് കൊമേഴ്സ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ആ സൈറ്റുകളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ അവർ കടമായിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്നു, പിന്നീട് നമ്മളത് പേ ചെയ്താൽ മതി എന്നുള്ളത്. ഇത് 3 ലെൻഡിങ് സ്റ്റാർട്ടപ്സിൻ്റെ കാറ്റഗറീസാണ്. 6th വൺ റെക്ടെക്. റെക്ടെക് എന്ന് പറയുന്ന റെഗുലേറ്ററി ടെക്നോളജിയാണ്. ഫിൻടെക് ഫേംസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് പ്ലാറ്റ്ഫോംസാണ് റെക്ടെക് അല്ലെങ്കിൽ റെഗുലേറ്ററി ടെക്നോളജി എന്ന് പറയുന്നത്. ഇവർ റിയൽ ടൈം കംപ്ലയിൻസ് ട്രാക്കിങ് നടത്തുന്നുണ്ട്, അതായത് റിയൽ ടൈം ആയിട്ട് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KYC, AML ഓട്ടോമേഷൻസ്, അതായത് AI ബേസ്ഡ് ആയിട്ടുള്ള നോ യുവർ കസ്റ്റമർ, ആൻറ്റി മണി ലോണ്ടറിങ് ഇങ്ങനെയുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെഷീൻ ലാംഗ്വേജും AIയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് നടത്തുന്നത്. പിന്നെ റിസ്ക് അനാലിറ്റിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് റെക്ടെക്കിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. റെക്ടെക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് സിഗ്സി, ഐഡിഫൈ, പെർഫിയോസ് എന്നൊക്കെ പറയുന്നത്. 7th വൺ അഗ്രിടെക് സ്റ്റാർട്ടപ്സ്. അഗ്രിടെക് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഫാമേഴ്സിന് ക്രെഡിറ്റ്, ഇൻഷുറൻസ്, മാർക്കറ്റ് ലിങ്കേജ് പോലുള്ള ഫിനാൻഷ്യൽ സർവീസസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ സ്റ്റാർട്ടപ്സ് ആണ്. എക്സാമ്പിൾ സമുന്നതി, ജയ് കിസാൻ, സ്റ്റെല്ലാപ്സ്, അഗ്രോസ്റ്റാർ പോലുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഫിൻടെക് സ്റ്റാർട്ടപ്സ്. ഇത് സ്റ്റുഡൻസിനെ സെൻട്രിഫൈ ചെയ്തിട്ടുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്സ് ആണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാനും പിന്നെ അവർക്ക് എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അതിന് റീപേയ്മെൻറ്റ് പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്സ്. എക്സാമ്പിൾ ലീപ് ഫിനാൻസ്, ക്രെഡിറ്റ് ബി, എഡ്യൂവാൻസ് എന്നൊക്കെ പോലുള്ളത്. നെക്സ്റ്റ് വൺ ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ്. ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് ഫിൻടെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് ആണ്. ഇപ്പോൾ 2 രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഇപ്പോൾ ഡൊണേഷൻ ബേസ്ഡ് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സും ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടും ഉള്ളതുണ്ട്. ഇപ്പം നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്നില്ലേ, ഫ്ലഡ് വന്നു, അതേപോലെ തന്നെ കൊറോണ വന്നു, അങ്ങനെയുള്ള ടൈമിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കെറ്റോ, മിലാപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് പൈസ ഇക്വിറ്റിയിലോ ഷെയറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതാണെങ്കിൽ അതിനാണ് ലെസ്റ്റ് വെഞ്ചർ, ടൈക്കെ എന്നൊക്കെ പറയുന്നത്. അടുത്തത് പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആപ്സ്. ഇപ്പോൾ നമ്മുടെ ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ്, ക്രെഡിറ്റ് സ്കോർസ് ഇങ്ങനെ ഉള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്സ് ആണ് പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആപ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് വാൾനട്ട്, മണി വ്യൂ, ET മണി എന്നൊക്കെ പോലെയുള്ളത്.
ഇത് ഇത്രയാണ് നമ്മുടെ ഫിൻടെക്കിൻ്റെ 2.1 സെക്ഷൻ. അത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിപ്പോൾ നമ്മുടെ 2.1 സെക്ഷൻ്റെ ലാസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എന്തിനാ ഫുൾ ടൈമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ, എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്ന് യൂട്യൂബിലോട്ട് വന്ന് ക്ലാസ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്യാമല്ലോ. പരീക്ഷയുടെ ടൈമിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതൊക്കെ റിവൈസ് ചെയ്ത് നോക്കുക. ഫുൾ വീഡിയോയും കാണുക. ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും പയ്യെ കണ്ടു തീർക്കുക. അപ്പോൾ പരീക്ഷയുടെ ടൈം ആകുമ്പോഴത്തേന് ഇത് മൊത്തം ഒന്ന് കണ്ടു തീർത്ത് പഠിച്ച് വൃത്തിക്ക് പോയിന്ന് പരീക്ഷ എഴുതുക. അപ്പോൾ നിങ്ങളിത് കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നത്. ഫുള്ള് എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവണേ.